മുസ്ലിം ന്യൂനപക്ഷ പ്രദേശങ്ങളിലെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സംഘടിക്കൽ പ്രമാണവിരുദ്ധമാണോ? അതും ഇതൊരു ഇസ്ലാമിക രാജ്യമല്ലല്ലോ, നമുക്കിവിടെ ഇസ്ലാമിക ഭരണാധികാരി ഇല്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ, അപ്പൊ ഇത് പറ്റൂലല്ലോ എന്ന് പറയും. ശരിക്ക് ഇത്തരം അവസ്ഥകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവർ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് അൽ അഖല്ലിയാത്തുൽ ഇസ്ലാമിയ അൽ അഖല്ലിയാത്തുൽ മുസ്ലിമ, ന്യൂനപക്ഷങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ എങ്ങനെയാണ് ഇസ്ലാമിന്റെ കാര്യം കൊണ്ടു നടക്കേണ്ടത്, അവിടെ കിട്ടാവുന്ന സംവിധാനങ്ങൾ എന്താണോ അത് ഉപയോഗപ്പെടുത്തിയാണ്. അതിനൊരു പണ്ഡിതന്മാരും അഹ്ലുസുന്നയുടെ എതിരല്ല. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് തന്നെ മറുപടികൾ അതിലുണ്ട്. അതേപോലെ തന്നെ എല്ലാ പണ്ഡിതന്മാരെ മറുപടികളും ആ വിഷയത്തിലുണ്ട്. ഇപ്പോ നമ്മുടെ രാജ്യം മാത്രമല്ല, മറ്റു പല ഇതിനേക്കാൾ ന്യൂനപക്ഷങ്ങളുള്ള നാട്ടിൽ വെച്ച ചോദ്യങ്ങൾ വരുമ്പോഴും പണ്ഡിതന്മാർ കൊടുത്തത് എന്താ വെച്ചാൽ, നിങ്ങൾ അവിടെ എത്ര കണ്ട ആളുകൾ ഉണ്ടോ അത് അവരൊരുമിച്ച് ഒന്നിച്ചെന്ത് ചെയ്യുക, സത്യത്തിന്റെ പ്രചരണത്തിന് വേണ്ടി അതിന്റെ നിലനിൽപ്പിന് വേണ്ടി പണിയെടുക്കുക എന്നെ പണ്ഡിതന്മാർ, അത് ഹറാമെന്നൊന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഇവര് കിബാറുൽ ഉലമനെ വേണമെന്ന് പറയും ചെയ്യും. രസം മനസ്സിലാക്കണേ, ഇവര് വലിയ വലിയ പണ്ഡിതന്മാര് വേണമെന്ന് പറയും ചെയ്യും. എന്നാ ആ പണ്ഡിതന്മാര് പറഞ്ഞ മറുപടികൾക്ക് വേണ്ടേനു. അപ്പൊ എങ്ങനെ ഇത് ശരിയാകുക? നമ്മൾ ഈ വിഷയത്തിലൊക്കെ വന്ന ഫത്വകൾ നോക്കി മനസ്സിലാക്കി തന്നെയാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും കൊണ്ടു നടക്കുന്നത്. അല്ലാത്ത ഒരു രീതി നമുക്കില്ല. അതും ഈ പറഞ്ഞ പോലെ തന്നെ ആളുകളെ കണ്ണിൽ പൊടിരാൻ എന്തെങ്കിലും വർത്താനം വേണം എന്നല്ലാതെ വേറൊന്നും ആ വിഷയത്തിലില്ല.